എല്ലാവർക്കും ഒരു ഹായ് പോയി കാണാൻ പോകുന്നത് സോൾനാറ്റ് 2. എന്നാലും ഇവിടെ ഈ എപ്പിസോഡ് 92 ഓക്കെ. ഇപ്പോൾ ഈ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഐവിൾ മാസ്റ്ററായിട്ട് യുഹാബ് ഫൈറ്റിലേക്ക് പോകുന്നതാണ്. അവൾ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഓരോരോ സ്കില്ലുകൾ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യുഹാബ് വിട്ടുകൊടുക്കാതെ തിരിച്ചും അറ്റാക്ക് ചെയ്യണം. ഈ സമയം ടീംസ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് തന്നെയായാലും യുഹാബ് അത് മാനേജ് ചെയ്യുന്നുണ്ട്. അവന് ഒരുപാട് ഈവിൾ സോൾ അത് വെച്ച് അറ്റാക്ക് ചെയ്യണം. അപ്പോഴാണ് അവൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഫിസ്റ്റ് ടെക്നിക്ക് അത് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് അറ്റാക്കിൽ തെറിച്ചുപോയി. വേറെ സോൾ കിങ് ആയി ഇപ്പം എങ്ങനെയാണ് ഇത്രയും സ്പിരിച്വൽ പവർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവളും മാർഷൽ സോൾ ഫോം അതെടുക്കുകയാണ്. പിറകേറ്റ് അതായിരുന്നു. എന്നിട്ട് ആറാമത്തെ സോൾ സ്കില്ല് റിഫൈനിങ് സോൾ എന്ന് പറഞ്ഞ് ഒരുപാട് സ്കെലിട്ട അത് വെച്ച് ഉപയോഗിക്കുന്നു. യോഗ സോൾ ടെക്നിക്ക് അത് ഉപയോഗിക്കണം. പിന്നെ ആ മാർഷൽ സോൾ ഫോം തന്നെ കട്ട് ചെയ്ത് കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കുന്ന പോലെ മാർഷൽ സോൾ ഫോം ഇങ്ങനെ ഇല്ലാത്ത അപ്പോണ്ട് അവൾ 8ാമത്തെ സോൾ സ്കില്ല് അത് ഉപയോഗിക്കുന്നു. അതൊരു പവർഫുൾ ആയ സ്കില്ല് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ യുഹാബവന്റെ 3ാമത്തെ ക്രിയേറ്റ് ചെയ്ത പാം ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് വരുമ്പോൾ അവൾ വരുവാണ്. അത് കണ്ടിട്ട് ഒരു ഇടി തെറിച്ചു പോയി പിന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടെക്നിക്ക് അത് യൂസ് ചെയ്യുന്നു. അതോടെ ഒരു പുതിയ സ്കില്ല് അത് അവേക്കണയാവുകയും ഒരു വലിയ ഹാൻഡ് അവിടെ ഉണ്ടായി വരുന്നത് അത് മാത്രം കാണിച്ചില്ലായിരുന്നില്ല. അതാണ് ഉപയോഗിച്ച് ആവുന്ന അറ്റാക്കിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ പ്യുവറായ സോള് അത് വിട്ടുപോകുന്നത് പോലെ ടീംസ് വന്ന് ഇതാണ് അവൻ പറഞ്ഞ 3ാമത്തെ സ്കില്ലല്ലേ. ഈ ഫീല് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. അവളുടെ സോളിന് പീസ് കിട്ടിയതുപോലെ കാണിക്കുകയാണ്. യുഹോവനോട് നന്ദി പറഞ്ഞ് ആ ഈവിൾ സോൾ മാസ്റ്റർ ആയിരുന്നത് മാറി അവിടെ ഇല്ലാതാകുന്നു. അവളുടെ ഉള്ളിലെ റിവഞ്ച് അത് ഇല്ലാതായി എന്ന് അവന് വളരെ ഇമോഷണൽ ആയതുപോലെ അവനെ വന്ന് പിടിച്ച് യുഹോവ ബാങ്ടോങ്ങുമായിട്ട് ചേർന്ന ഒരു സ്കില്ലാണല്ലോ. അവനെന്താ പോലെ ഫെൻലിങ് അയാളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് കായിട്ടൊക്കെ പോയിട്ടുണ്ട്. അയാൾ വഴി ഇൻഫർമേഷൻ കിട്ടാൻ നോക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഗാർഡ്സ് വരുവാണ്. അതുകൊണ്ട് അവരവിടെ നിന്ന് പോയിരുന്നു. അതിനുശേഷം യുഹാവ റിക്കവർ ആകാൻ വേണ്ടി അങ്ങനെ അത് കഴിഞ്ഞ് ഫെങ്ലിങ്ങിന്റെ അടുത്തേക്ക് പോയി. ഇതാരാണ് എന്ന ഫൈനൽ മാച്ചിന്റെ അന്ന് നാൻഷുവിന്റെ അമ്മ വന്ന ടൈമിൽ വേറൊരു തടിയുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അയാളാകട്ടെ ഒരുപാട് പേടിച്ചിരിക്കുകയാണ്. അയാൾ ഇത്ര ടോർച്ചർ ചെയ്തിരുന്നു. യുഗാബ ഫെങ്ലിങ്ങിനോട് അവർ എവിടെയാണ് എന്ന അയാളുടെ പേര് വലിയ അയാൾക്ക് ഓർമ്മയില്ല. ഇപ്പൊ ടോട്ടലി വുമണായിട്ട് മാറി. അവനൊരു സ്കിൽ യൂസ് ചെയ്ത് മെന്റലി കാമാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഈ പയ്യൻ നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അവ യുഹാബയാണ് അവരെ ഓർമ്മയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാനായിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ അയാൾക്ക് 2 മൈൻഡിലാണുള്ളത്. ഒന്ന് ടോർച്ചർ ചെയ്തത് മറ്റേ കാര്യങ്ങളും മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അധികം പേടിച്ചാണ് ഇരിക്കുന്നത്. നാൻഷോളുടെ അമ്മ എവിടെയാണ് എന്ന് ഇനി അയാൾക്ക് അറിയില്ല. ഞാനല്ല ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ എന്തോ ചെയ്തു. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു വുമണായിട്ട് മാറി. ഇന്നു മുതൽ ഞാൻ ഒരാണല്ല, എന്നെ പെണ്ണാക്കി. അതിനുശേഷം ഒരുപാട് ഉപദ്രവിച്ചു. കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. യുഹാബോ അവർ പിടിച്ചു വെച്ചേക്കുന്നത് എവിടെയാണെന്ന് പറയുവാനായിട്ട് പറയുമ്പോഴാണ് പറയുന്നത് വാട്ടർ ഡഞ്ചൻ. അത് കേട്ട് അവിടെയോ അത് സൗത്ത് സിറ്റി വാളിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ്. അവിടെ എത്ര ഗാർഡ്സ് ഉണ്ട്, ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. എന്നെ പോലെ ഒരുപാട് പേരെ പിടിച്ചു വെച്ചേക്കുന്നു. എന്നെ ഇങ്ങനെ കുറച്ചുപേര് കൊന്നുവിടാനും ചിലര് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിച്ച് പറയുകയാണ്. അയാൾക്ക് പവർ കൊടുത്തിട്ട് ഈ പുറം എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞ മയക്കി. അതിനുശേഷം അവരുടെ മീറ്റിംഗ് ഒരു ഹോസ്റ്റേജ് മിസ്സിംഗ് ഈവിൾ സോൾ മാസ്റ്റർ ഡെട്ടായി. ഉറപ്പായി അത് ഹോളി സ്പിരിറ്റ് ചർച്ചിന് അലർട്ടാകും. ഇന്ന് തന്നെ റെസ്റ്റ് ചെയ്യണം. ഫെങ്ലിങ് പറഞ്ഞ് അവിടെ പോവാ. യൂസ് അടിച്ച് വാട്ടർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ആവില്ല അവന്റെ കൂടെ കുട്ടി. അപ്പൊ ഈ പോയി അവളും ഉണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം അവർ പിന്നെ ആ സൗത്ത് സിറ്റിയിലേക്ക് പോവുകയാണ്. അത് ഗാർഡ്സ് ഒന്നും കാണാതെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അവർക്ക് വലിയ സംശയമൊന്നും ഇല്ല. ഒരു പ്ലേസിലേക്ക് എത്തുമ്പോൾ ചുറ്റും ഗാർഡ്സ് ആണ്. ഒരു സൈഡ് ക്ലിയർ ആക്കണം. അതുകൊണ്ട് തന്നെ അവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവരങ്ങോട്ട് പോകുന്ന സമയം അങ്ങോട്ട് പോവാണ്. അതുപോലെ ഒരുത്തര അടിച്ച് സൈഡാക്കി അവരെ വേഷത്തിൽ പറ്റിച്ചൊക്കെ പോകുന്നുണ്ട്. ഡോവിനൊക്കെ പറ്റിച്ച് ട്രിക്കാണ്. അങ്ങനെ അവസാനം അവിടെ എത്തി. സ്പിരിച്വൽ ഡിറ്റക്ഷൻ നാവിഗേഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവന്റെ സ്പിരിച്വലായി അത് യൂസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ അവരോട് പോയി ഗാർഡ് വരുന്നത് നോക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് അവന് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ മുഴുവനും സെർച്ച് ചെയ്തു. 30 മീറ്ററാണ് പോകാൻ കഴിയുന്നത്. ഐ ഓഫ് ഡെസ്റ്റിനി യൂസ് ചെയ്ത് അത് ഒരേ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത 100 മീറ്റർ വരെ പോകാനായിട്ട് പറ്റും. എന്നാൽ അവ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് അവൻ്റെ ഫോക്കസ് ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയില്ല. അതുകൊണ്ട് തന്നെ 200 മീറ്റർ വരെ പോകാൻ കഴിഞ്ഞു. അങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ആ പൈപ്പ് വഴി നോക്കുന്നുണ്ട്. അവൻ്റെ ലിമിറ്റ് എത്തിയ ടൈമിങ് ഹെൽപ്പ് കൊണ്ടുവന്നതിന് എപ്പോഴും അവൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് ഫോക്കസ് ചെയ്തു. 300 മീറ്ററായി അവിടെ ഡഞ്ചൻ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും ഗാർഡ് വരുന്നെന്ന് പറയുകയാണ്. അവരവിടെ നിന്ന് പിന്നെ മാറി. ഗാർഡ് പോയപ്പോൾ അവരവിടെ വന്നില്ല. കണ്ടുപിടിച്ചു 100-ലധികം ആൾക്കാർ അവിടെ ഉണ്ട്. എന്നാൽ സോൾപർ ഫ്ലസ്റ്റേഷൻ ഇല്ലായിരുന്നു. വൈ ബേബി ആ വാട്ടറാണ്. അപ്പോൾ അത് കേട്ട് അത് ഡേഞ്ചറാണ്. ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ഒരുപാട് കാണും. എന്നതിനെയും ഞാനല്ല എന്ന് പറഞ്ഞിട്ട് സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് അവൻ്റെ തന്നെ രൂപമാക്കി. അതുകൊണ്ട് കായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നും. എന്നാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോകാമെന്ന് പറഞ്ഞു പോയി. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ആ വെള്ളത്തിലേക്ക് ചാടി പൈപ്പ് വഴി ആ വാട്ടർ ഡഞ്ചനിലേക്ക് പോവുകയാണ്. അതിന് അവസാനം അവിടെ എത്തി. അവിടെ അവര് മാറി നിന്ന് നിരീക്ഷിക്കുകയാണ്.
അവിടെ എന്തൊക്കെയോ ഡിവൈസ് ഓരോ സെല്ലിനുള്ളിൽ അവരെ പിടിച്ചേക്കുന്നതാണ്. അത് മോണിറ്റർ ചെയ്യാൻ ആൾക്കാർ സോൾ ഫ്ലസ്റ്റേഷൻ്റെ വാല്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് 3rd 4th എൽഡേഴ്സ് വരുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ചർച്ചിലെ പിറകിലായിട്ട് ഷോങ്ലി ബ്രദേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ട മെഡിസിനെ കൊണ്ടുവരുന്നതിന് സോൾ ഷട്ടറിങ് പോയിസൺ വാട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ മുഖ്യ സോൾ പവർ പിന്നെ ഗാദർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വീക്കാണ്. അതിന് 3rd എൽഡർ അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കണം. ഈ പോയിസൺ വാട്ടറിൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ വെച്ച് എന്ത് വലിയ പ്ലാനാണ് വെച്ചേക്കുന്നത്. അവരെ വെറുതെ ചാകാനായിട്ട് വിടരുത്. ഒരു ബാഹുബലി സ്റ്റൈൽ പിടിക്കാൻ നോക്കുവാണ് എന്തോ. യുഹോവയ്ക്ക് ആ 3 സ്ട്രോങ്ലി ബ്രദേഴ്സായിട്ടുള്ള ഫൈറ്റിൽ ഇതേ പോയിസൺ അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവളാണ് ഷൗമയെ വരുന്നത് കാണുന്നത്. അതുകൊണ്ട് അവന് അതിശയിച്ച് നിൽക്കുമ്പോഴാണ് യുഹാവ ഉള്ള പ്ലേസ് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി കേട്ടപടെ ഷൗമയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യുഹാവ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇവിടെ മുഴുവൻ അലർട്ടായി. ഇന്നലെ കാണാതായ വോയിൻ, അതായത് ആ ഇവിൾ സോൾ മാസ്റ്ററിന്റെ മിസ്സിങ്ങും ഇപ്പോൾ വന്ന ആളും എന്താ കണശമുള്ളതുപോലെ എന്നാ പേഴ്സൺ അണ്ടർഗ്രൗണ്ടിൽ വന്ന് കണ്ടുപിടിച്ചു. എങ്കിൽ അവനെന്തുകൊണ്ട് പോയിസൺ അഫക്റ്റ് ആകാതെയിരുന്നു എന്നാണ് സംശയം. യുഹാവ പിന്നെ ബോഡിയിലേക്ക് കയറിയ അവനോട് ഞാൻ കണ്ടുപിടിച്ച് 2 പ്രശ്നമുണ്ട്. ഒന്ന്, അവരെല്ലാവരും ഡഞ്ചയിലാണ് ഉള്ളത്. അതിലാകട്ടെ സോൾ ഷട്ടറിങ് പോയിസൺ ആ പാട്ടറിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോൾ പവർ ആര് ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. അവരെ ഡീൽ ചെയ്ത് രസിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ഈവിൾ സോൾ മാസ്റ്റേഴ്സാണ് ആ ഡഞ്ചയിലുള്ളത്. ഗാർഡ് ചെയ്യുന്നത് ഗ്രാൻഡ് ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഷൗമി. അതായിട്ട് അവർ ഷോക്ക അവർ വരുന്നുണ്ട്. അതിനുശേഷം ഷൗമി വരികയാണ്. എന്നാൽ യുഹാവ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. നിങ്ങളുടെ ഗെയിം നിങ്ങളെ വെച്ച് തന്നെ ചെയ്യാം എന്ന് പറയുകയാണ്. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.